വൺ പീസ് മാസത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓപ്പൺ ചെയ്യുന്ന PRBO2ൻ്റെ 2 ബൂസ്റ്റർ ബോക്സ് ആണ്. എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇടാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ബൂസ്റ്റർ ബോക്സ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വൺ പീസിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് ഒരു പ്രോഡക്ട്സും എങ്ങും കിട്ടാനില്ല. സോ ഇംഗ്ലീഷ് പ്രോഡക്ട്സ് നോക്കി എൻ്റെ അടപ്പ് തെറിച്ച കാരണം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ആൻഡ് ജാപ്പനീസ് പാക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ജാപ്പനീസ് കാർഡ്സ് റിലേറ്റീവ്ലി എളുപ്പമാണ് കിട്ടാൻ. എളുപ്പമാണെന്നല്ല, നമുക്ക് എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് മാത്രം കുറച്ച് അഫോർഡബിൾ ആണ്. ഈ ഒരു ബൂസ്റ്റർ ബോക്സ് എനിക്ക് നാട്ടിൽ 5000 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ രണ്ടും കൂടെ 10000 രൂപ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ചേസ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഹാൻഡിയുടെ മാങ്ക, അതുകൊണ്ട് തന്നെ ഗം ജൈൻറ്റിൻ്റെ ഒരു SP കാർഡുണ്ട്. അത് മാത്രമല്ല ഷാങ്സിൻ്റെ ഒരു കിഡിലൻ ഡോൺ കാർഡുണ്ട്, ഗോൾഡൻ ഡോൺ. ഇതിലപ്പോൾ ഈ മൂന്നിൽ ഏത് കാർഡ് കിട്ടിയാലും നമ്മൾ മുടക്കിയ പൈസ നമുക്കിത് ലാഭമാണ്, ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല. സോ നിങ്ങൾക്ക് ഞാൻ ഈ ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫർദറായിട്ട് ഇനിയും വേറെ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാം. PRBO1, അതുപോലെ തന്നെ EBO1, EBO2, പിന്നെ വേണമെങ്കിൽ റോമൻസ് ഡോണിൻ്റെ വരെ വേണമെങ്കിൽ, OP1ൻ്റെ വരെ വേണമെങ്കിൽ നമുക്ക് ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് വാങ്ങിച്ച് ഓപ്പൺ ചെയ്യാം. കാരണം അത് കിട്ടും, മാർക്കറ്റിലുണ്ട്. പൈസ മാത്രമല്ല, സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഓപ്പൺ ചെയ്യാത്തത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. നമുക്ക് ഇതിനകത്തൊന്നും ഒരു ബോക്സിൽ എനിക്ക് തോന്നുന്നു ചെറിയ ബോക്സാണ്. അപ്പോൾ എനിക്കത് 10 പാക്കേ അത് കാണത്തുള്ളൂ. നോർമലി ഒരു ബൂസ്റ്റർ ബോക്സിനകത്ത് 20-24 പാക്ക് വരും. പക്ഷേ അതിൽ ഒരു പാക്കിൽ 5 കാർഡേ കാണത്തുള്ളൂ. PRBO2 ഡിഫറൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് ഫുള്ള് 12 കാർഡും കാണും, പക്ഷേ 10 പാക്കേ ഉള്ളൂ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ദ സെയിം തിങ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ എന്തായാലും പറഞ്ഞ് നശിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോയി നമ്മൾ ആഗ്രഹിക്കുന്ന ഫുള്ളെല്ലാം കിട്ടട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയിൽ ഞാൻ നേരെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകാൻ. ഗൈസ്, ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ലോങ് വീഡിയോ. ഷോർട്സിനേക്കാളും എനിക്കിഷ്ടം ലോങ് വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട്. ആവശ്യം കമൻറ്റ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഇനി ഒരുപാട് ലോങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ പോകാം. കമോൺ ഗൈസ്, എല്ലാവരും റെഡി അല്ലേ? റെഡി മാത്രമല്ല എക്സൈറ്റഡ് അല്ല. നമ്മുടെ OPO2ൻ്റെ PRBO2ൻ്റെ 2 ബൂസ്റ്റർ ബോക്സ് ആണ് ഉള്ളത്. സോ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായാലും വാങ്ങിക്കുവാണ്. എന്നെപ്പോലെ ഇത് ഓപ്പൺ ചെയ്യാൻ പറയത്തില്ല. എനിക്ക് പാക്ക് ഓപ്പണിങ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബൂസ്റ്റർ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിച്ച് വെക്കുന്നതാണ് എല്ലാവർക്കും ഫിനാൻഷ്യലി എനിക്ക് തരാനുള്ള അഡ്വൈസ്. പിന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് തരാൻ ഞാൻ മടിയെന്നല്ല, ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യാൻ ഞാൻ അത്ര ഒരു വലിയ ആളല്ലാത്തതുകൊണ്ട് എൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് വേണമെന്നുള്ളവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കണ്ട. സോ എൻ്റെ ഗസ് ശരിയായിരുന്നു. നമുക്ക് 2, 4, 6, 8, 10 പാക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ടോട്ടൽ 20 പാക്സ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തതായിരിക്കും. 20 പാക്കിൽ നിന്ന് ഒരു മാംഗോ നമുക്ക് കിട്ടും. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ മാംഗോസ് ഒന്നും പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം ഒരു മാംഗോ പുള്ളി ചെയ്യണമെന്നാണ്. സോ ചെറിയ ഡിഫറൻസ് ഉണ്ട്, ലൈക്ക് റൈറ്റിംഗ്സ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അതല്ലാണ്ട് എനിക്ക് പറയത്തക്ക വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല, വലിയ ഡിഫറൻസ് ഒന്നും. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരു ജാപ്പനീസ് പാക്ക് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ വൺ പീസ് TCG ഓപ്പണിംഗ് കരിയർ ഭയങ്കരം തന്നെ അല്ലേ. സോ പറഞ്ഞു നശിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോവാം. പിന്നെ വേറെ എന്താണ്, തീർച്ചയായും എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങളോട് പറയുന്നത് ജാപ്പനീസ് ബോക്സസ് വാങ്ങിച്ച് ഓപ്പൺ ചെയ്യാൻ പറയും. പ്രത്യേകിച്ച് PRBOസിൻ്റെ ഒരു നൈസ് OPOs ഇല്ല, നമ്മുടെ ലൂഫിയുടെ ഒരു SR കാർഡ് നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ഇവന്റ് കാർഡ്, ഈച്ചിൻ്റെ ഒരു കാർഡ്. പിന്നെ നമുക്ക് നമ്മുടെ സാൻജിയുടെ ഒരു ഷൈനി നൈസ് നല്ലൊരു ഡോൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഓപ്പണിങ് കുഴപ്പമില്ല. നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറായ ലൂഫിയുടെ ഒരു SR കാർഡിൽ നിന്നാണ് നമ്മൾ തുറക്കിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഒരു മാംഗോ ഹിറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെയും മാംഗോ ഹിറ്റ് ചെയ്യാൻ പറ്റാത്തതിന് വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പലരും ഈ റീസെൻ്റ്ലിയൊക്കെ നമ്മുടെ OP14 ഓപ്പണിങ്ങിൽ നിന്ന് മാംഗോ ഹിറ്റ് ചെയ്യുന്നത് കണ്ടു, SPs പുള്ളി ചെയ്യുന്നത് കണ്ടു. ബട്ട് എനിക്കിതിനെ പറ്റിയില്ല. ലെബൂൻ്റെ ഒരു SR നൈസ് കാർഡ്. ബാക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഓൾഡ് ഇവന്റ് കാർഡ്, മോനെ അടിപൊളി നൈസ്. സാൻജിയുടെ OPO6 ഒരു SCC സീക്രട്ട് റൈഡ് കാർഡ് നൈസ്. എൻ്റെ ഈ കാർഡില്ലായിരുന്നു. സോ തീർച്ചയായിട്ടും ഇതെൻ്റെ കളക്ഷനിലോട്ട് പോകുന്നതായിരിക്കും. അടിപൊളി കേട്ടോ. അപ്പോൾ എനിക്ക് ജാപ്പനീസ് പാക്കിനകത്ത് ഡോണിൻ്റെ ഫ്രണ്ടിലാണ് ഹിറ്റ് വരുന്നത്. സാധാരണ ഇംഗ്ലീഷിനകത്താകുമ്പോൾ നേരെ തിരിച്ചാണ്. ഇംഗ്ലീഷ് പാക്കിനകത്ത് നമുക്ക് നേരെ നമ്മുടെ SR കാർഡിൻ്റെ ബാക്കിലാണ് ഹിറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചില്ല, PRBO2ൻ്റെ ജാപ്പനീസ് പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹിറ്റ് SR കാർഡിൻ്റെ ബാക്കിലാണ്. നൈസ്, നല്ല അറിവ്. അതുകൊണ്ട് പാട്ട് പാടാൻ അറിയാമായിരുന്നെങ്കിൽ പാട്ട് പാടായിരുന്നു. ബഗിയുടെ എനിക്ക് ഈ കാർഡ് കണ്ടു, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്താ അറിയത്തില്ല, ഇതിൻ്റെ ഒരു മാംഗോ എഡിഷൻ കാർഡോ അല്ല ഒരു SP എഡിഷൻ കാർഡ് ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹം. ക്രോസ് ഗിൽഡിൻ്റെ ഒരു SP എഡിഷൻ കാർഡുണ്ട്. നൈസ്. OPO4 നമ്മുടെ സാബോയുടെ SR, അതിൻ്റെ ബാക്കിൽ ഹിറ്റ്സ് ഒന്നുമില്ല. അതിൻ്റെ ബാക്കിൽ
PRBO2 ട്രഫാഗർ ലോയുടെ ഒരു ഓൾഡ് SR. നൈസ്. നല്ല തുടക്കം. അതിൻ്റെ ബാക്കിൽ അടിപൊളി ഓൾഡ് സീക്രട്ട് റെയർ ഓൾഡ് സൂപ്പർ റെയർ. ഇതിൻ്റെ ഈ ജാപ്പനീസ് ബോക്സസ് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഒന്നും വലിയ റേറ്റ് കാണത്തില്ല. സോ ഞാൻ പറയും, നമ്മൾ പറഞ്ഞ ആ ഗോൾഡൻ ഡോണോ അല്ലെങ്കിൽ ഒരു SP കാർഡൊക്കെ കിട്ടാണ് നമ്മൾ ഈ മുടക്കിയ 10,000 രൂപയ്ക്കകത്ത് നമുക്ക് വലിയ മെച്ചം ഉണ്ടാകത്തില്ല. പിന്നെ എല്ലാ കാർഡിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുന്നില്ല, കാരണം ജാപ്പനീസ് ആയതുകൊണ്ട് ഇതിൻ്റെ കാർഡിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും. സോ അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായും ഹിറ്റ്സിൻ്റെ മാത്രമേ ഞാൻ റേറ്റ് കാണിക്കുന്നുള്ളൂ, ഹിറ്റ്സിൻ്റെ മാത്രം റേറ്റ് ഞാൻ കുറച്ചും കാണിക്കുന്നുള്ളൂ. അടിപൊളി. എനിക്ക് ഈ കാർഡ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നാമിയുടെ ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, യൂസ് ബാക്കിലുള്ള ഈ കാർഡ് ഭയങ്കര അടിപൊളി കാർഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർഡ്. പിന്നെ സ്മോക്കറിൻ്റെ ഒരു SR. നൈസ്. PRB ഓപ്പൺ ചെയ്യുമ്പോൾ ഗുണം ഇതാണ്, നമുക്ക് അത്യാവശ്യം നല്ല ഹിറ്റ്സും നല്ല കാർഡ്സും എല്ലാം കാണാൻ കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് PRB ഓപ്പൺ ചെയ്യാൻ. ഞാൻ ഈ പാക്കറ്റ് അത്യാവശ്യം ഹെവി വെയിറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടോ, ഹിറ്റ് വല്ലതും ഉണ്ടോ? സോ നമ്മൾ ഇതുവരെ പാക്ക് ഓപ്പൺ ചെയ്ത് നമുക്കൊരു SEC കാർഡ് കിട്ടി, നമുക്കൊരു ഓൾട്ട് SR കാർഡ് കിട്ടി, ലൂഫി. അപ്പം ഈ 2 ഹിറ്റ്സ് കിട്ടി. മിക്കവാറും ഒരു ഹിറ്റോടെ നമുക്ക് കാണും. അത് ഏത് ഹിറ്റാന്ന് എനിക്ക് അറിയത്തില്ല. ഏത് ഹിറ്റിലായാലും നൈസ്. PRBO2 പുഡിങ്ങിൻ്റെ ഒരു SR. നൈസ്. വീണ്ടും ഓൾഡ് കാർഡ്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു നോർമൽ ഡോൺ കാർഡ്. സോ PRB ഓപ്പൺ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറേ ഹിറ്റ്സ് കിട്ടും. നമ്മൾ ഒരു ഹിറ്റ് ഗ്യാരണ്ടിയാണ്, ഒരു SR ഹിറ്റ് അല്ലെങ്കിൽ ഒരു SR കാർഡ് ഗ്യാരണ്ടിയാണ്. ഭാഗ്യമുണ്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ഓൾട്ട് കാർഡും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല ആർട്ട് വർക്കെല്ലാം അടിപൊളിയാണ് ഗൈസ്. നിങ്ങളൊരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തൊട്ട് നിങ്ങൾക്ക് നല്ല കുറേ കൂൾ കാർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PRB ഓപ്പൺ ചെയ്യുക. നൈസ്. സാൻജിയുടെ ഒരു SR കാർഡ്. സോറോടെ ഒരു കിടിലൻ കാർഡ് കൊള്ളാം. ജർമ്മ 6ൻ്റെ ഇവൻറ്റ്. പിന്നെ ഒരു നോർമൽ ഡ്രോൺ കാർഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ PRBO2 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. പാക്സ് നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സിംഗിൾ പാക്സ് ജാപ്പനീസ് വാങ്ങിക്കാൻ എതിരാണ്. ഞാൻ പറയത്തില്ല ആരോടും വാങ്ങിക്കും, കാരണം ആകെ 6 കാർഡേ കിട്ടത്തുള്ളൂ. അത് വെറുത്തല്ല. നമ്മുടെ നാട്ടിലെ 200-300 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കതിന് ഹിറ്റ്സ് കിട്ടുന്നതായിരുന്നു പറയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ജാപ്പനീസ് നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ PRBO2 ലൂസ് പാക്സ് വാങ്ങിച്ചു, കാരണം നിങ്ങൾക്ക് വെർത്താണ്, വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് അത് പക്ക ബെനിഫിഷ്യലാണ്. നൈസ്. ഇത് നമ്മൾ നേരത്തെ പുള്ളിയത് നാമിയുടെ വേറൊരു ഓൾട്ട് വേർഷൻ. നൈസ്. മിഹോക്ക്. മോനെ മിഹോക്കിൻ്റെ അടിപൊളി കാർഡ്. പിന്നെ ബഗ്ഗിയുടെ ഒരു ടോൺ കാർഡ്. നിങ്ങൾക്ക് പക്ക ഈ പറഞ്ഞ കൂടെ നിങ്ങൾക്ക് പൈസ വസൂൽ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സെറ്റപ്പാണ്. കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു ഹിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ 200 അല്ലെങ്കിൽ 300 രൂപ മുടക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടമില്ല. നിങ്ങൾക്ക് അതിൻ്റെ പകുതി കാശിനുള്ള സാധനം കിട്ടും. അല്ലാണ്ട് ഇവിടെ ഈ നിങ്ങൾ നോർമൽ പെറോണയുടെ കിട്ടില്ല കാർഡ്, നിങ്ങൾ നോർമൽ ഇത് വാങ്ങിക്കാൻ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് നൈസ്. അടിപൊളി. SG16 നമ്മുടെ ഷാങ്സിൻ്റെ കിട്ടില്ല കാർഡ്. ലൂഫിയുടെ കോമൺ കാർഡ്. ഇതിൻ്റെ ബാക്കിൽ ഒന്നുമില്ല. നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ നഷ്ടമാണ്, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. നമുക്കപ്പോൾ ഈ ബൂസ്റ്റർ ബോക്സിൽ നിന്ന് ഇപ്പോൾ 2 ഹിറ്റ് കിട്ടി, കുറേ SR കാർഡ്സ് ഉണ്ട്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ നമുക്ക് ഒരു ഹിറ്റൂടെ എവിടെയെങ്കിലും കാണണം. അത് ഏത് ഹിറ്റാണെന്ന് നമുക്കറിയത്തില്ല. ഒരു ഹിറ്റൂടെ കാണുമായിരിക്കും. കാണാൻ അവിടെ പോകാൻ പൈസ പോയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പായി. ലോയുടെ ഒരു SR കാർഡ്. നൈസ്. അടിപൊളി. ക്രോക്കഡൈൽ. പിന്നെ ജിയൂസിൻ്റെ ഒരു ഡോൺ കാർഡ്. അപ്പോൾ ഇതാണ് ഈ നമ്മൾ ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കുമ്പം ഹിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ പൈസ പോകും എന്നുള്ളൊരു, ഞാൻ അതുകൊണ്ടാണ് ഇത്ര നാളും ജാപ്പനീസ് ബോക്സസ് ഒന്നും ഓപ്പൺ ചെയ്യാനത്, അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ കിട്ടാനുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ റേറ്റ് കൂടി. നേരത്തെ ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പകുതി വിലയ്ക്ക് 2 ബോക്സ് കിട്ടിപ്പോവാൻ. ഇപ്പോൾ എല്ലാത്തിനും വില സ്കൈ റോക്കറ്റ് കാരണം നൈസ്. PRBO2 ബോവാർഡ് കിട്ടുന്ന കാർഡ്. അത് ഇരിക്കട്ടെ. ക്യാരറ്റ് റോബിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിനെന്ത് മനസ്സിലായി, നമുക്ക് ഒരു ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഷൂട്ടല്ല നമുക്ക് 2 ഹിറ്റാണുള്ളത്. അപ്പം 2 ഹിറ്റ്സ് ഏതാണ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സിൽ നമുക്ക് സോറോയുടെ ഒരു SEC കാർഡും ലോയുടെ ഒരു ഓൾട്ട് SR കാർഡ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒരു ബോക്സിനകത്ത് ഫുൾ പാക്ക് കൂടി ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പൈസ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി ഇപ്പം നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല, ഒരു ബൂസ്റ്റർ ബോക്സ്, ഇംഗ്ലീഷ് ബൂസ്റ്റർ ബോക്സ് നിങ്ങൾ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ബൂസ്റ്റർ കേസ് 12 ബോക്സ് ആണ്. 12 ബോക്സിൽ നിന്ന് അടിപൊളി ലൂഫി
12 ബോക്സിൽ നിന്ന് നമുക്ക് 2 SP, ഒരു മാങ്ക, ഒരു ട്രഷർ റയർ ഇതെല്ലാം പുൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു ബെനിഫിറ്റ്. വേറെ നമ്മളിപ്പോൾ ഒരു ജാപ്പനീസ് ഫുൾ കേസ് ഓപ്പൺ ചെയ്യണം. ഫുൾ കേസ് ആകുന്ന 12 ബോക്സ് ആണ്, പക്ഷെ അതിനകത്ത് ആകെ ഒറ്റ SP കാർഡേ കാണത്തുള്ളൂ. സോ അതാണ് ഈ ജാപ്പനീസിൻ്റെ ആകെ കുഴപ്പം. നമുക്ക് ഈ പറയത്തൊക്കെ എപ്പോഴും ഹിറ്റ് റേറ്റ് ജാപ്പനീസിനാണ് കുറവ്, ഇംഗ്ലീഷിന് എപ്പോഴും നല്ല ഹിറ്റ് റേറ്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി. ഷാങ്ക്സ് നൈസ്, ബ്രൂക്ക് നൈസ്. പെറോണ എടുക്കരുത് സാർ. അതിനെ ബാക്കിലായിട്ട് ഇത് 6 ഡോൺ ആണ്. ഇത് 6 ഡോണാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഇത് ഫോയിൽ ഡോൺ ആണ്. ഇത് 6 ഡോണാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഗൈസ്. കാരണം എനിക്ക് കണ്ടിട്ട് എനിക്ക് സാബ് വേണം. സാബമല്ല, റൈറ്റിംഗ് കണ്ടിട്ട് സാബമായിട്ട് തോന്നുന്നില്ല. എനിവേ ഗൈസ്, ഇഫ് യു നോ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഇൻ മൈ കമൻറ്റ്സ്. പിന്നെ നമ്മുടെ EBO3 ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ പറഞ്ഞോ ഇല്ലെന്ന് തോന്നുന്നു. EBO3 അടുത്ത മാസം റിലീസാവും. അടുത്ത മാസം റിലീസാവുന്നത് കൊണ്ട് തന്നെ ഇതുവരെ നമ്മുടെ വൺ പീസിന് ചരിത്രത്തിൽ റിലീസാവുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് പ്രീ സോൾഡ് ആയിപ്പോയ ബൂസ്റ്റർ ബോക്സസ് EBO3 ആണ്. വൈഫു ടാക്സ് എന്നൊക്കെ പറയുന്ന തൊട്ട് നൈസ് കിട്ടില്ല. വൈഫു ടാക്സ് എന്ന് പറയുന്ന തൊട്ട് അതിനകത്ത് ആ കാർഡ്സ് എല്ലാം ഭയങ്കര റേറ്റാണ്. ഭയങ്കര റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ്. ഒരു ബൂസ്റ്റർ ബോക്സ് തന്നെ നാട്ടിലത്തെ 50,000 രൂപയ്ക്കാണ് ഇറങ്ങുന്നതിന് മുന്നേ സോൾഡായി പോകുന്നത്. എന്ന് പറയുമ്പോൾ MSRP റേറ്റിൻ്റെ 5 ഇരട്ടി അത്രയും. കാരണം ആ ഹീറോയിൻസ് എഡിഷൻ കാർഡ്സ് ഓൾറെഡി ജാപ്പനീസിൽ ഇറങ്ങിയപ്പോഴേ ആൾക്കാർ തീരുമാനിച്ച് ഇനി വൈഫുവിൻ്റെ ഇപ്പോഴേ കാർഡ്സ് ഒന്നും വരത്തില്ല, അതുകൊണ്ട് അവരെല്ലാം കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് കയറ്റി. ഈ ഗം ജയൻറ്റിൻ്റെ SP കാർഡ് നമുക്കെല്ലാം കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, സെറ്റായിരിക്കും. ഡ്രാഗൻ്റെ സാർ ലൂഫിയുടെ നമ്മുടെ കഴിഞ്ഞ PRBO2 ഓപ്പണിങ്ങിൽ നമ്മൾ ഈ സെയിം കാർഡിൻ്റെ ഗോൾഡൻ ഡോണാണ് ഹിറ്റ് ചെയ്തത്. അതിനിപ്പം ഞാൻ കാർഡ് ഹിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ കാർഡിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ $100 ആയിരുന്നു. $100 നല്ല 10,000 രൂപയായിരുന്നു. അതിപ്പം $100 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 15,000-16,000 രൂപ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കാർഡ് ഞാൻ ഹിറ്റ് ചെയ്ത് എത്ര ഒരു മാസം കൊണ്ട് 6,000 രൂപയാണ് ആ കാർഡിൻ്റെ പ്രൈസ് കൂടിയത്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ് ഹിറ്റ്. ഹാപ്പി. പക്ഷേ എനിക്ക് ഏറ്റവും ആഗ്രഹം ഇതിൽ നിന്ന് നമ്മുടെ ഷാങ്ക്സിൻ്റെ ഡോൺ കാർഡ് കിട്ടണമെന്നാണ്. അത് ഭയങ്കര കിടിലൻ ഡോൺ കാർഡാണ്. അത് ഒന്നും പറയാനില്ല, സൂപ്പർ ഡോൺ കാർഡാണ്. രണ്ടാമത്തെ ബോവ നൈസ്. പിന്നെയും ക്യാരറ്റ്, പിന്നെയും ഷാങ്ക്സ്, പിന്നെയും കൈറോസ്. സോ ഓൾമോസ്റ്റ് നമ്മൾ തീർന്നു. നമ്മൾ 20 ബൂസ്റ്റർ ബോക്സ് പാക്ക് ഓപ്പൺ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ പ്രീവിയസ് ഇംഗ്ലീഷ് ബോക്സസിൻ്റെ ഓപ്പണിങ്ങും ഈ ഓപ്പണിങ് കണ്ടപ്പോൾ മനസ്സിലേക്ക് കാണുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഹിറ്റ് റേറ്റ്സ് പാട് എപ്പോഴും ജാപ്പനീസിന് തന്നെയാണ്. ഇംഗ്ലീഷിന് നമുക്ക് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ് കുറച്ചുകൂടെ നല്ല ഹിറ്റ് റേറ്റ്സ് ഉണ്ട്. ഇത് ഭയങ്കര പാടാണ് ഹിറ്റ് റേറ്റ്. മൊമനോസ്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹിറ്റ് റേറ്റ്സ്. ഇതുവരെ രണ്ടാമത്തെ ബോക്സിൽ OP10 ലോഡ് ഒരു SCC കാർഡ് കിട്ടി. നൈസ്. SCC കാർഡ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഈ PRBO2. വലിയ വാല്യൂ ഒന്നും ഇല്ല ഇതിന്, ബട്ട് നൈസ് നല്ല കാർഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു SCC കാർഡും ഒരു SCC കാർഡിനൂടെ എന്തെങ്കിലും ഒരു കാർഡ് കൂടെ അമ്മ വെച്ച് അടിച്ചു വിടുമായിരിക്കും. അതായിരിക്കും അമ്മ ചെയ്യുന്നത്. ഒരു ഹിറ്റും കൂടെ നമ്മുടെ കഴിഞ്ഞ ബോക്സിൻ്റെ കണക്ക് വെച്ചാണെങ്കിൽ നമുക്ക് ഒരു ഹിറ്റ് കൂടെ വരാനുണ്ട്. അപ്പോൾ അത് ആരുടെ ഹിറ്റായിരിക്കും, ഏത് ഹിറ്റായിരിക്കും എന്നുള്ള കൗതുകം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഏത് ഹിറ്റായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം പൈസ മുടക്കി പോയില്ലേ, വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ. ഏസിൻ്റെ കീഴിലും കാർഡ് ഇതൊരു സൂപ്പർ കാർഡ്. ഇതിൻ്റെ ഒരു ഓൾട്ട് വേർഷൻ കാർഡ് ഇറങ്ങണം. ഇതിൻ്റെ ഇതുണ്ടല്ലോ ഡിവൈൻ ഡിപ്പാർച്ചർ. ശരിയാണ്, ഞാൻ എന്ത് പറഞ്ഞത്. നൈസ്. ലൂഫി, രണ്ടാമത്തെ ലൂഫി. നൈസ്. ഇപ്പം നിങ്ങൾ OP14 ഇറങ്ങിയപ്പോൾ നമ്മുടെ ബോവയുടെ ഫുൾ ഗ്യാങ് ബോവയുടെ ഫുൾ ക്രൂവിൻ്റെ ഒരു കിടിലൻ ഗോഡൻ സിസ്റ്റേഴ്സിൻ്റെ കാർഡ് നിങ്ങളെ കണ്ടു. അതൊരു കിടിലൻ കാർഡാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതൊരു SR കാർഡ് ഒരു ആക്കാമെന്ന് എനിക്കറിയത്തില്ല. നല്ല ആർട്ട് വർക്ക്, നല്ല എല്ലാം ഉണ്ട്. പക്ഷെ അത് വെറുതെ നോർമൽ അൺകോമൺ കാർഡാണ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് നോട്ട് ഫെയർ. അതൊരു ഫെയർ കാര്യമല്ല. നൈസ്. പിന്നെ ഓക്കെ. സോ 2 പാക്ക് കൂടെ ബാക്കി. നമ്മുടെ ഇന്നത്തെ ഓപ്പണിങ്ങിൽ ആകെ 2 പാക്ക് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ 2 പാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹിറ്റെങ്കിലും നമുക്ക് പുൾ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു ഹിറ്റോടെ നമുക്ക് വരണം. ഈ പറഞ്ഞ തൊട്ട് മാംഗയായ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര ചാൻസസ് കുറവാണ് ഈ മാംഗോ പുൾ ചെയ്യാനൊക്കെ. പിന്നെ ഞാനിത് ബൂസ്റ്റർ ബോക്സ് 2 ലൂസായിട്ട് വാങ്ങിച്ചത് കൊണ്ടും എനിക്ക് വലിയ ഉറപ്പില്ല ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും കാണുമെന്ന്. തീർച്ചയായിട്ടും ഈ കേസ് ഓപ്പൺ ചെയ്താൽ മതി. മാംഗയൊക്കെ എടുത്ത് SP ഒക്കെ എടുത്ത് നൈസ് ബോണിയുടെ ഒരു കിടലൻ കാർഡ്, ബോണിയുടെ നൈസ് SR കാർഡൊക്കെ എടുത്തിട്ട് ബാക്കി വന്ന HP16 ആരുടെ ഷാങ്ക്സിൻ്റെ ഒരു ഓൾഡ് SR. സോ ദാറ്റ്സ് അവർ ഫൈനൽ ഹിറ്റ് ഓഫ് ദി ഡേ.
ഇപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്നും നമുക്ക് ഒരു ഹിറ്റോടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. സോ ഇന്ന് നമുക്ക് മാങ്കയൊന്നും പുള്ളി ചെയ്യാനുള്ള ചാൻസ് ഇല്ല, SP പുള്ളി ചെയ്യാനുള്ള ചാൻസ് ഇല്ല, ഗോൾഡൻ ഡോണും പുള്ളി ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ 2 ബോക്സ് ഓപ്പൺ ചെയ്തു, 10,000 രൂപ 2 ബോക്സ് ഓപ്പൺ ചെയ്തു. ബട്ട് ഹാർഡ് ലക്ക് ഗൈസ്, എപ്പോഴും അങ്ങനെ എല്ലാവർക്കും ഫുൾ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വി ഹാവ് ഡേയ്സ് ലൈക്ക് ദിസ് വേർ വി ഡോണ്ട് പുൾ എനിത്തിങ്. ഹിറ്റ്സ് കിട്ടിയില്ലെന്നല്ല, ബട്ട് ഇന്ന് നമുക്ക് നല്ല രീതിയിൽ പൈസ നഷ്ടമാണ്. ഭയങ്കര നല്ല പൈസ നഷ്ടമാണ്. കുഴപ്പമില്ല, കിട്ടാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ദാറ്റ്സ് അവർ ലാസ്റ്റ് കാർഡ് ആൻഡ് നോ ഗോൾഡൻ ഡോൺ. സോ പാക്സ് എല്ലാം തീർന്നു. നമ്മുടെ 4 ഹിറ്റ്സ്. ഓക്കെ, ഞാനിത് ഷാങ്സിൻ്റെ SG16 ഓൾഡ് SR കാർഡ്. നൈസ്, കുഴപ്പമില്ല. ലോയുടെ PRBO2 ഓൾഡ് SR കാർഡ്. ഇതിപ്പോൾ ജാപ്പനീസിന് പകരം ഇംഗ്ലീഷ് കാർഡ് ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ടേ. ഇതിന് ജാപ്പനീസ് വാല്യൂ എത്ര എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. അതുകൂട്ട് തന്നെ OP10 നമ്മുടെ ലോയുടെ ഒരു കിഡിലും SCC കാർഡ്. നൈസ്. പിന്നെ ഫൈനലി കുറ്റം പറയില്ല ഗൈസ്, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാർഡാണ്. ലൈക്ക് ഇത് വിൽക്കാനും കൊടുക്കാനൊന്നുമല്ല, പക്ഷേ ദിസ് ഈസ് ഗോയിങ് സ്ട്രേറ്റ് ടു മൈ കളക്ഷൻ. വലിയ റേറ്റ് ഒന്നും എനിക്ക് $5 അങ്ങാണ്ട് ഇതിന് PRBO2 റീപ്രിൻറ്റിൻ്റെ ജാപ്പനീസ് വെർഷനെ വരത്തുള്ളൂ. ബട്ട് ദിസ് ഈസ് സച്ച് എ കൂൾ കാർഡ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് സോറോ. സോ സോറോയുടെ ഏത് നല്ല കാർഡ് കിട്ടിയാലും കണക്ട് ചെയ്യാന്നുള്ളൊരു ശീലം എനിക്കുണ്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്സ്. ലൈക്ക് നിങ്ങൾ ആലോചിക്കും, ഇത് വളരെ അണ്ടർ വാല്യൂഡ് ആണ്. ഇതിൻ്റെ ആർട്ട് വർക്ക് കണ്ടിട്ട് ഇപ്പം നിങ്ങൾ വേറെ വല്ല TCG ഒക്കെ ആണെങ്കിൽ ഇത് സൂപ്പറായിട്ടൊരു നിലക്കിടിലും പ്രൈസ് വരേണ്ട ഒരു കാർഡാണ്. ബട്ട് വൺ പീസിൽ ആർട്ട് ഇതൊക്കെ കോമൺ ആണ്. പ്രത്യേകിച്ച് സോറോയുടെ ഒരു SCC എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ആർട്ട് കണ്ടില്ലയോ, ലോയുടെ ഈ കാർഡ് എല്ലാം വളരെ അടിപൊളി ആർട്ട് വർക്കുള്ള കാർഡ്സാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇനിയും വീട്ടുള്ള ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കിടിലും കൂൾ ആർട്ട് വർക്ക്സും അതുകൊണ്ട് വേറെ എഡിഷൻ കാർഡ്സ് EBO1 അങ്ങനെയൊക്കെയുള്ള പല എഡിഷൻ കാർഡ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളാരും ഓപ്പൺ ചെയ്ത് കണ്ട് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്പണിംഗ് മലയാളത്തിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, അടുത്ത് ഞാൻ ഏത് ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ഏത് ബോക്സാണ് മെൻഷൻ ആവുന്നത് തീർച്ചയായിട്ടും ആ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു, ബൈ.